SIR അടിയന്തര സ്റ്റേ ഇല്ലെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. ഇതോടുകൂടി SIRുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വീണ്ടും സജീവമാകുമെന്നും ഏറെക്കുറെ അതൊരു പൂർത്തീകരണത്തിലേക്ക് എത്തും എന്നുള്ള അഭിപ്രായം പുറത്തു വന്നു. SIRുമായിട്ട് ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഇപ്പോഴത്തെ ഒരു ഘട്ടത്തിൽ ഇതിന് ആവശ്യമില്ലെന്നും നീട്ടിക്കിട്ടണം എന്നുള്ള അഭിപ്രായമാണ് സംസ്ഥാന സർക്കാർ കോടതിയോട് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ കോടതി ഇത് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തു എന്നുള്ളതും അതോടനുബന്ധിച്ച് തന്നെ ഇപ്പോഴത്തെ ഒരു അവസ്ഥത്തിന് സ്റ്റേ ചെയ്യാൻ വേണ്ടി നിർവാഹമില്ല എന്നൊരു അഭിപ്രായമാണ് കോടതിയുടെ ഭാഗത്ത് പുറത്തു വന്നത്. ഇതിൻ്റെ വിധിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നാളെ ഉണ്ടാകും എന്ന് അറിയാൻ വേണ്ടി സാധിച്ചു. സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം, തദ്ദേശ തെരഞ്ഞെടുപ്പ് വരികയാണ്. 1,70,50,000 ഉദ്യോഗസ്ഥരെ അതിനുവേണ്ടി നിയമിക്കേണ്ടതുണ്ട്. അതിന് പുറമെ 68,000-ഓളം സുരക്ഷാ ഉദ്യോഗസ്ഥരുമാണ്. SIR നടപ്പിലാക്കാൻ പ്രത്യേകമായ രീതിയിൽ 25,000 ഉദ്യോഗസ്ഥരെങ്കിലും വേറെ നിയമിക്കണം. ഇത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ ബാധ്യതയും വലിയ പ്രയാസമുള്ളതാണ്. അതുകൊണ്ട് ഉദ്യോഗസ്ഥരുടെ ഈ പ്രയാസം കാരണം നീട്ടിവെക്കണം. അതായത് വളരെ പെട്ടെന്ന് നടത്തേണ്ട കാര്യമല്ല. ഉദ്യോഗസ്ഥരുടെ പര്യാപ്തതയോ കുറവോ ന്യായീകരണമായിരിക്കുന്ന ഒരു കാര്യമായിട്ട് വിലയിരുത്താൻ പറ്റില്ല എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനെ എതിർത്തുകൊണ്ട് കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. തീവ്ര പരിഷ്കരണം എന്ന് പറഞ്ഞ് 2002 നടപ്പിലാക്കിയ ശേഷം നടപ്പിലാക്കിയിട്ടില്ലെന്നും അത് രാജ്യത്തിന് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് എന്നതിനാൽ സംസ്ഥാന സർക്കാർ ഇതിനോട് സഹകരിക്കുകയാണ് വേണ്ടത് എന്നുള്ളതായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ നിരീക്ഷണം. അതുകൊണ്ട് ഹൈക്കോടതി ഇന്നത്തെ രീതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, ഇത് അടിയന്തര സ്റ്റേ നൽകാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളതും വിധി കാര്യങ്ങളൊക്കെ നാളെ പറയുന്നതാണ് എന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തു. ഈ സുപ്രീം കോടതിയെ സമീപിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു എന്നൊരു അഭിപ്രായം ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. അതല്ലാത്ത രീതിയിൽ ഇനി ഒരു പരിഹാരം ഈ വിഷയമായിട്ട് ഉണ്ടാവില്ല എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം കൂടി ഈ സംസ്ഥാന സർക്കാർ കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അത് പറയുന്നത് മെയ് മാസത്തിലാണ് തെരഞ്ഞെടുപ്പ് വരുന്നത്. 2026 മെയ് മാസത്തിലാണ് തെരഞ്ഞെടുപ്പ് വരുന്നത്. അതുകൊണ്ട് വളരെ അടിയന്തരമായ രീതിയിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ വളരെ പെട്ടെന്നായിട്ട് SIR നടപ്പിലാക്കേണ്ട കാര്യമില്ല. എന്നാൽ അതിന് കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധി അതിന് മറുപടി പറഞ്ഞിരിക്കുന്നത്, മെയ് മാസത്തിലാണ് തെരഞ്ഞെടുപ്പ് വരിക എങ്കിലും ജനുവരി ഫെബ്രുവരി മാസത്തോട് കൂടിയിട്ട് അത് അവസാനത്തെ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കേണ്ടതുണ്ട്. ആയതിനാൽ സാവകാശം നൽകുക എന്ന് പറയുന്നത് വലിയ പ്രയാസമാണ്. നമ്മൾ ഈ വിഷയം ഇവിടെ പറയാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം, SIRുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആകാംക്ഷയും വലിയ രീതിയിലുള്ള വിഷയങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ ഇത് ഒഴിവായി പോകും, അങ്ങനെ ഒരു സംഭവങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല എന്നൊരു അഭിപ്രായം പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ അത് ഉചിതമായിരിക്കുന്ന അഭിപ്രായമല്ല. SIR നടപ്പിലാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതിന് ആവശ്യമായിരിക്കുന്ന സംവിധാന കാര്യങ്ങളോട് കൂടി അതിന് സഹകരിക്കുക, അല്ലാതെ നിലവിലെ സാഹചര്യത്തിൽ മറ്റു പോംവഴികളൊന്നുമില്ല. അപ്പോൾ 2025 വോട്ടർ പട്ടികയിൽ പേരുള്ളവർക്കാണ് SIR കിട്ടുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. അതില്ലാത്തവർ എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ചിട്ട് നമ്മൾ 1-2 വീഡിയോകൾ ഇറക്കിയിട്ടുണ്ട്. അതൊന്നും കൂടി അതറിയാത്തവർക്ക് പറയാം. കാര്യം ഈ കാര്യം തന്നെ വീണ്ടും ആവർത്തിച്ചുകൊണ്ട് വാട്സപ്പ് വഴിയും ടെലിഫോൺ വഴിയും ഒക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്കൊക്കെ മറുപടി നൽകുന്നുണ്ട്, പരമാവധി മറുപടി അത് നൽകാറുണ്ട്. എന്നാൽ അതൊന്നും കൂടി പറയാം. ഇപ്പോൾ 2025 അടിസ്ഥാനം, 2002 അല്ല. പല ആളുകൾക്ക് 2002 വോട്ടുണ്ട്, 2025 ഞങ്ങൾക്ക് 2002 ഉണ്ട് എന്ന് പറയുന്നു, 25 വന്നിട്ടില്ല. അപ്പോൾ 2022 വെച്ചിട്ട് നമുക്കത് ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നുള്ളത് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ഇലക്ഷൻ കമ്മീഷൻ വളരെ കൃത്യതയോട് പറഞ്ഞിട്ടുണ്ട്, 2025 വോട്ടർ പട്ടികയിൽ പേരുള്ളവർ അവർക്കാണ് എന്യൂമറേഷൻ ഫോം BLO വീട്ടിലെത്തിച്ച് തരുന്നത്. അവർ 2002 ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. 2025 വോട്ടർ പട്ടികയിൽ പേരുള്ളവർ 2002 ഉണ്ടോ, 2002 ഇല്ലേ? ഉള്ളവരാണെങ്കിൽ ഒരു ഭാഗം ഫില്ല് ചെയ്യുക, ഇല്ലാത്തവരാണെങ്കിൽ വലുത് ഭാഗം ഫില്ല് ചെയ്യുക. 2-3 ഭാഗ സെക്ഷനായിട്ട് അത് കൊടുത്തിട്ടുണ്ട്, നമുക്കതറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവർ എന്ത് ചെയ്യണം? എത്ര വയസ്സാണെങ്കിലും ഇപ്പോൾ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ പറ്റും. അത് അക്ഷയെ സമീപിച്ചാൽ മതി. അക്ഷയെ സമീപിക്കുന്ന സമയത്ത് വേണ്ട കാര്യങ്ങൾ നമ്മൾ ഒന്നും കൂടി പറയാണ്. അതായത് വോട്ട് ചേർക്കപ്പെടേണ്ട വ്യക്തിയുടെ ആധാർ കാർഡ്, ഐഡൻറ്റി കാർഡ് അല്ല കേട്ടോ, ആധാർ കാർഡ് വേണം. ഈ ആധാർ കാർഡ് മൊബൈലുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടാവും, ആ മൊബൈൽ വേണം. അപ്പോൾ ഇതിലേക്കൊരു OTP വരും. OTP വരുന്ന സമയത്ത് അത് അറിയാൻ വേണ്ടിയിട്ട് മറ്റൊരു മൊബൈൽ നമ്പർ കൊണ്ടുപോയിട്ട് മറ്റൊരാൾക്ക് വോട്ടുണ്ടാക്കാൻ പറ്റില്ല. ഈ മൊബൈൽ നിർബന്ധമാണ്. അതുകൊണ്ടാണ് ഈ കാര്യത്തിൽ നമുക്ക് നിങ്ങളെ സഹായിക്കാൻ വേണ്ടി പറ്റാത്തത്. അതല്ലെങ്കിൽ ഇതിൻ്റെ കോപ്പി കാര്യങ്ങൾ അയച്ചു കൊടുത്താൽ ബാക്കിയെല്ലാം നമുക്ക് ഇവിടുന്ന് എടുത്തിട്ട് വോട്ടുണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന വളരെ സിമ്പിളായിരിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ അത് പോരാ, മൊബൈൽ വേണം. അതുകൊണ്ട് ആ വ്യക്തി തന്നെ പോകണം. അപ്പോൾ ആധാർ കാർഡ് വേണം, മൊബൈൽ വേണം, ഒരു കോപ്പി ഫോട്ടോ വേണം. പിന്നെ അടുത്തത് വേണ്ടത്
നമ്മളുടെ റിലേറ്റീവ് ആരാണ്, അത് ബന്ധം തെളിയിക്കുന്ന ഒരു ഐഡൻറ്റി കാർഡ്. അവിടെ ഐഡൻറ്റി കാർഡ് ആട്ടോ വേണ്ടത്. ഈ ഐഡൻറ്റി കാർഡ് മുൻപുള്ള പഴയ ഐഡൻറ്റി കാർഡല്ല, ഏറ്റവും പുതിയ ഐഡൻറ്റി കാർഡ് MQ1 LB1 എന്നൊക്കെ തുടങ്ങുന്ന നമ്പറുള്ള ആ ഐഡൻറ്റി കാർഡാണ് വേണ്ടത്. അതായത് ഐഡൻറ്റി കാർഡ് നമ്മൾ അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് നമ്മൾ കൃത്യമായ രീതിയിൽ ഏത് ജില്ലയിലാണ്, ഏത് നിയോജക മണ്ഡലത്തിലാണ്, ഏത് പഞ്ചായത്തിലാണ് കൃത്യമായിട്ട് അറിയാൻ വേണ്ടി പറ്റും. അതിന് ലിങ്ക് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കൊടുക്കുകയും ചെയ്തു. ആർക്കും പരിശോധിക്കാവുന്നതേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ അങ്ങനെ അടിച്ചു നോക്കുന്ന സമയത്ത് ഇത് കാണണം. അത് കണ്ടതിന് ശേഷമാണ് അക്ഷയക്കാർ ചെയ്യുക. അക്ഷയയിൽ പോയിട്ട് നമ്മൾ യൂട്യൂബ് എടുത്ത് നോക്കുന്ന സമയത്ത് ഒരുപാട് മെസ്സേജ് നിങ്ങൾക്ക് കാണാം. അതിൽ അക്ഷയ പോയിട്ട് അത് കിട്ടിയവരുണ്ട്, കിട്ടാത്തവരാണ് കൂടുതൽ. അതിൽ പല അക്ഷയക്കാരും പറയുന്നത് അങ്ങനെ സംവിധാനം ഇല്ല. അങ്ങനെ സംവിധാനം ഉണ്ട്, ഇല്ല എന്ന് പറയുകയാണെങ്കിൽ അവർക്ക് അത് അറിയാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ വിളിക്കുന്ന സമയത്തൊക്കെ പറയാറുള്ളത്, നിങ്ങൾ എന്ത് ചെയ്യണം, അക്ഷയക്കാർ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് അക്ഷയനെ ആശ്രയിക്കേണ്ട, തൊട്ടടുത്ത അക്ഷയനെ ആശ്രയിക്കുക. അക്ഷയ തന്നെ വേണമെന്നില്ല, ഓൺലൈൻ സർവീസ് ചെയ്യുന്നവരായാൽ മതി. അവരെ ആശ്രയിച്ചാൽ അത് കിട്ടാൻ വേണ്ടി സാധിക്കും. ഇനി നമുക്ക് തന്നെ മൊബൈൽ ചെയ്യാൻ പറ്റും, നമുക്ക് ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റും. അങ്ങനെ നെറ്റ് സംവിധാനത്തിലൂടെ ഇത് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ 1, 2, 3 അക്ഷയയിൽ പോയിട്ട് നിങ്ങളിത് ചെയ്യണം എന്നാണ് അഭിപ്രായം. കാരണം ഇപ്പോഴത്തെ ഹൈക്കോടതി വിധി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് തീവ്ര പരിഷ്കരണം നടപ്പിലാക്കണം എന്നുള്ളതിടത്തേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തിൽ നമ്മൾ ഉപേക്ഷ വരുത്താൻ പാടില്ല. 2025 അടിസ്ഥാനം ഈ പറയപ്പെട്ട രേഖകളുണ്ടെങ്കിൽ, നമ്മൾ നാട്ടിലാളുണ്ടെങ്കിൽ അക്ഷയയിൽ നമുക്ക് ചേർത്താൻ വേണ്ടി പറ്റും. പിന്നെ തിരുത്തലുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് അക്ഷരത്തെറ്റുകൾ, പിതാവിൻ്റെ പേര് മാറിപ്പോയത്, അങ്ങനത്തെ ബന്ധങ്ങൾ മാറിപ്പോയത്, അങ്ങനത്തെ കുറേ വിഷയങ്ങളൊക്കെ ഉണ്ട്. ആ വിഷയം ഇപ്പോൾ നിലവിലുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഫില്ല് ചെയ്യുകയോ അതല്ലെങ്കിൽ നിങ്ങളുടെ ഇവരുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിങ്ങൾ ഫോം എത്തിച്ചു തരുന്ന BLOയുമായിട്ട് സംസാരിച്ചോ അത് ക്ലിയർ ചെയ്യേണ്ടതാണ്. ചില സമയത്ത് ഇതിൻ്റെയൊക്കെ സമയം കഴിഞ്ഞാൽ അത് തിരുത്താനുള്ള അവസരം കിട്ടാൻ സാധ്യതയുണ്ട്. അത്തരം കാര്യങ്ങൾ, തിരുത്തലുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നമ്മൾ സ്വന്തം ഇഷ്ടത്തിന് ചെയ്യാൻ പാടില്ല. അത് നമ്മൾ സാരമായിട്ട് ബാധിക്കും. പകരം എന്ത് ചെയ്യണം, BLOയുമായിട്ട് സംസാരിച്ചിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ തിരുത്തലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാവൂ. സ്വന്തം ഇഷ്ടത്തിന് ചെയ്താൽ പിന്നീട് നമ്മൾ എടുക്കുന്ന പണിയൊക്കെ വീണ്ടും എടുക്കേണ്ടി വരും. കരട് വോട്ടർ ലിസ്റ്റിൽ നമ്മുടെ പേരില്ലെങ്കിൽ ഈ പണി രണ്ടാമതും എടുക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് വരും. ഇനി പ്രവാസി വോട്ടുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ, പ്രവാസികൾക്ക് അവർക്ക് ഓൺലൈൻ വഴി 6A ഫോം വെച്ചിട്ട് ഓൺലൈൻ വഴി ചെയ്യാൻ വേണ്ടി, ഓൺലൈൻ വഴി മാത്രമേ ചെയ്യൂ. അവർക്ക് OTP വരുന്ന സംവിധാന വിഷയങ്ങളൊന്നുമില്ല. അങ്ങനത്തെ പേടിക്കേണ്ട കാര്യമില്ല. പാസ്പോർട്ടാണ് അടിസ്ഥാനം. പാസ്പോർട്ടിലെ വിസ വന്നതുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ ചോദിക്കുന്നത്, അതൊക്കെ ഫില്ല് ചെയ്യാം. പിന്നെ അതോടൊപ്പം തന്നെ അവർക്കും എന്ത് വേണം, ഒരു ഐഡൻറ്റി കാർഡ് വേണം. ഐഡൻറ്റി കാർഡ് അവരുതല്ല, റിലേറ്റീവ്, ബന്ധം തെളിയിക്കാനുള്ള ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു മകനാണെങ്കിൽ പിതാവിൻ്റെ, അപ്പോൾ പിതാവാണെങ്കിൽ മകൻ്റെ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാം. സഹോദരനോ സഹോദരിയോ ബന്ധപ്പെട്ട ആൾക്കാർക്കോ വോട്ടർ പട്ടികയിൽ പേരുള്ളവർ, ഒരു പ്രദേശത്ത് വോട്ടർ പട്ടികയിൽ പേരുള്ള ഒരു വ്യക്തിയുടെ, അത് നമ്മുടെ ബന്ധത്തിൽപ്പെട്ട ഒരാളുടെ ഐഡൻറ്റി കാർഡ് വേണം. ഐഡൻറ്റി കാർഡ് ഏറ്റവും പുതിയ ഐഡൻറ്റി കാർഡ് വേണം, പഴയത് പോരാ. അത് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ട് വരും. അപ്പോൾ തന്നെ നമുക്കത് റിപ്ലൈ റിസീവ്ഡ് ആണ് എന്തെങ്കിലും പറഞ്ഞിട്ടൊരു റിപ്ലൈ നമുക്ക് മടക്കി വരികയും ചെയ്യും. അതൊരു നമ്പർ കാര്യങ്ങളുണ്ടോ, ആ നമ്പർ നമ്മൾ സൂക്ഷിച്ച് വെക്കുക. അവർക്ക് വേണ്ടി അത്രയും എല്ലാവർക്കും അങ്ങനെ വിദേശത്ത് പ്രത്യേകിച്ചും ഇങ്ങനെ ഓൺലൈനിലൂടെ വോട്ട് ചേർത്താൻ വേണ്ടി സാധിക്കാത്തവരാണ് ഏകദേശം ഒരു 75% എന്നുള്ളത് നമുക്കറിയാം. അതിനുവേണ്ടി നമ്മൾ സഹായ പോർട്ടലൊക്കെ തുടങ്ങിയിട്ടുണ്ട്, അതിന് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ ഒരുപാട് ആൾക്കാർ കിട്ടിയിട്ടുണ്ട്, കിട്ടാത്തവരുണ്ട്. അപ്പോൾ കിട്ടാത്തതിൻ്റെ കാരണങ്ങൾ ഞാൻ അവരുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്, അവരുടെ ഐഡൻറ്റി കാർഡ് പഴയത്തെ ഐഡൻറ്റി കാർഡാണ് വരുന്നത്, അതുകൊണ്ട് എന്താകുന്നില്ല, മാച്ചാകുന്നില്ല. ഐഡൻറ്റി കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഏത് വോട്ടർ പട്ടികയിൽപ്പെട്ട ആളാണ്, ഏത് ജില്ലയിൽപ്പെട്ട ആളാണ്, ഏത് നിയോജക മണ്ഡലത്തിൽപ്പെട്ട ആളാണ്, നമ്മുടെ നമ്പർ എത്ര, ക്രമ നമ്പർ എത്ര, പാർട്ട് നമ്പർ എത്ര, കൃത്യമായിട്ട് അറിയാൻ വേണ്ടി പറ്റും. സിമ്പിളായിരിക്കുന്ന ഒരു ലിങ്ക് ഉണ്ട്, അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കൊടുത്താണ്. അത് നിങ്ങൾ പരിശോധിച്ചാൽ അറിയാൻ വേണ്ടി പറ്റും. അതിൽ നമ്മൾ ഐഡൻറ്റി കാർഡ് നമ്പർ അടിച്ചു കൊടുത്താൽ മതി, ബാക്കിയെല്ലാം അതിൽ ഡീറ്റെയിൽസ് ആയിട്ട് വരും. ഇതാണ് ഇവരും ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ മെസ്സേജ് അയക്കുന്നത് കൊണ്ടും ഒരുപാട് ആളുകൾ ഈ ടെലിഫോൺ ചെയ്ത് ചോദിക്കുന്നത് കൊണ്ടും നമ്മൾക്കറിയാവുന്നതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, സമയബന്ധിതമായ രീതി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനും പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. ഇനി ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഒരു ഈ പറയപ്പെട്ട നെറ്റ് സർവീസുള്ള ഒരാളുടെ നമ്പറാണ് നമ്മൾ കൊടുത്തത്. അയാളെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടംപോലെ ആൾക്കാർ അയാൾക്ക് വേണ്ടിയിട്ട് ഈ രേഖകൾ കാര്യങ്ങൾ അയക്കുന്നതുകൊണ്ട് അയാൾക്ക് വല്ലാത്ത ജാമായിട്ടുണ്ട്. അതുകൊണ്ട് 1-2 ആൾക്കാരും കൂടി മറ്റുള്ളവരെ നമ്മൾ ഈ ഓൺലൈൻ സർവീസ് നടത്തുന്നവരുമായിട്ട് ബന്ധപ്പെടുന്ന, അക്ഷയോ അല്ലെങ്കിൽ ഓൺലൈൻ സർവീസ് നടത്തുന്നവരുമായിട്ട് നമ്മൾ ബന്ധപ്പെടുന്നുണ്ട്. അത് ഏകദേശം രൂപ ആയി കഴിഞ്ഞാൽ അവരുടെ നമ്പർ അനൗൺസ് ചെയ്യുന്നതാണ്. അപ്പോൾ പ്രവാസികളായിരിക്കുന്ന ആളുകൾക്ക് അതിലേക്ക് രേഖകൾ അയച്ചു കൊടുത്താൽ, രേഖകൾ ഇത്രയേ ഉള്ളൂ, പാസ്പോർട്ട്, ഈ ഐഡൻറ്റി കാർഡ്, ഇതാണ് അയച്ചു കൊടുക്കാറുള്ളത്, വേറൊന്നുമില്ല. അത് ചെയ്താൽ അവരെന്ത് ചെയ്യും, അത് കൃത്യമായ രീതിയിൽ ചെയ്തതിന് ശേഷം നിങ്ങൾ എന്തോ ഒരു നിശ്ചിത സംഖ്യ എന്തായാലും കൊടുക്കണം, ഒരു സർവീസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങളൊന്നും ചെയ്യാത്ത രീതിയിൽ അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ 6A ഫോം ഉപയോഗിച്ചുകൊണ്ട് പ്രവാസി വോട്ട് ചേർക്കാൻ വേണ്ടി പറ്റും.
അപ്പോൾ അതിനുള്ള സഹായ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് ചുരുക്കം. അപ്പോൾ പ്രവാസി തന്നെ പല ആൾക്കാരുണ്ട് ഇതിന് ഏത് സമയത്ത് വന്ന് എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ അവരുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ, തീരാത്ത സംശയങ്ങളാണ്. ആ സംശയങ്ങൾക്കൊക്കെ നിങ്ങൾ വാട്സപ്പ് വഴിയൊക്കെ ചോദിക്കുന്ന സമയത്ത് സമയബന്ധിതമായ രീതിയിൽ അതിന് ഓരോന്നിനും നമ്മൾ മറുപടി നൽകുന്നതാണ്. അറിയാത്ത കാര്യങ്ങൾ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട ആളുമായിട്ട് സംസാരിച്ചതിന് ശേഷം മറുപടി നൽകുന്നതാണ്. എല്ലാ കാര്യവും അറിഞ്ഞോളണമെന്നില്ല. അറിയുന്ന എല്ലാ കാര്യങ്ങൾക്കും നമ്മളത് മറുപടി നൽകുന്നുണ്ട് എന്നുള്ള കാര്യം അറിയിക്കുകയാണ്. മൊബൈലും അങ്ങനെ തന്നെയാണ്. മൊബൈൽ ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് വിളിക്കുന്ന സമയത്ത് അതിൻ്റേതായിരിക്കുന്ന ബിസി ഉണ്ടാവും. അതുകൊണ്ട് ഫോൺ എടുക്കാത്തൊരു വിഷയമൊന്നുമില്ല. നമ്മൾ ഫോൺ എടുക്കുന്നതിന് വിഷയമൊന്നുമില്ല, സംസാരിക്കുന്ന വിഷയം. അത് സർവീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ആയതുകൊണ്ട് അത്തരം കാര്യത്തിനൊക്കെ നമ്മൾ വലിയ ശ്രദ്ധ കാണിക്കുന്നുണ്ട് എന്ന് ചുരുക്കം. അപ്പോൾ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ പറയുന്നത് അവർക്ക് വേണ്ടി കൂടുതൽ സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ സെൻറ്ററുകളെ നമ്മളിവിടെ കാലിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുന്നുണ്ട്. അതൊരു കരാർ വ്യവസ്ഥ ആയിക്കഴിഞ്ഞാൽ അവർക്ക് തയ്യാറാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അവരുടെ നമ്പർ, ഡീറ്റെയിൽസുകളൊക്കെ വാട്സപ്പിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ഇടും. വാട്സപ്പിലല്ല, യൂട്യൂബിൽ. അതിൽ നിന്ന് നിങ്ങൾക്ക് എടുത്ത് വിളിച്ച് ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ അവർക്ക് വാട്സപ്പൊക്കെ ഉണ്ടാവും. അതിലൂടെ രേഖകൾ അയച്ചു കൊടുത്ത് ക്ലിയർ ആക്കിയിട്ട് സ്ലിപ്പ് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് എന്നുള്ള കാര്യം അറിയിക്കുകയാണ്. അപ്പോൾ ഇതിൽ 2 ഘട്ടം നമ്മൾ ഈ വിഷയം ഇപ്പോൾ പറയാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം, ചെറിയൊരു പ്രതീക്ഷ ഹൈക്കോടതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇത് താൽക്കാലിക സ്റ്റേ ഒക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിരുന്നു, പറയപ്പെട്ടിരുന്നു. നിയമപാലകർക്ക് അഭിപ്രായം പറഞ്ഞിരുന്നു. കാരണം ഈ പ്രാദേശിക തെരഞ്ഞെടുപ്പ് വരുന്നത് കൊണ്ട് നീട്ടിവെക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. എന്നാൽ ഹൈക്കോടതി അതൊന്നും പരിഗണിച്ചിട്ടില്ല. ഹൈക്കോടതി പറഞ്ഞത് അടിയന്തര സ്റ്റേ ഇല്ല എന്നുള്ളത് തന്നെയാണ്. വിധി നാളെ പറയുന്നതോടുകൂടി അത് പൂർത്തിയാവുകയും ചെയ്തു. പിന്നെ സുപ്രീം കോടതി പോയാൽ അനുകൂലമായിരിക്കുന്ന വിധി ഉണ്ടാവും എന്ന് ഒരു ഗ്യാരണ്ടി പറയാൻ വേണ്ടി പറ്റില്ല. തീവ്ര പരിഷ്കരണം നടപ്പിലാക്കുന്നിടത്തേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അതിനാൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആശങ്കകളില്ല. നമ്മളതിന് മുന്നിട്ട് ഇറങ്ങണം. ജീവിതത്തിൽ ഇന്ന് വരെ വോട്ട് ചെയ്യാത്ത പ്രവാസികളുണ്ട്. ഐഡൻറ്റി കാർഡ് ഇത്രയും കാലത്തിനിടെ കാണാത്ത പ്രവാസികളുണ്ട്. വോട്ടൊരു അടിസ്ഥാനമായിട്ട് കാണാത്ത പ്രവാസികൾ ഇഷ്ടംപോലെയുണ്ട്. ജീവിതവുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് വോട്ടൊരു വിഷയമൊന്നുമല്ല എന്നുള്ള രീതിയിൽ ഇത്രയും കാലത്തിനിടയിൽ വോട്ട് ചെയ്യാത്ത ആളുകൾ ഇത്രയോ ഉണ്ട്. നമ്മളൊക്കെ വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ യഥാർത്ഥത്തിൽ അത്ഭുതപ്പെട്ടു. ജീവിതത്തിൽ ഇന്ന് വരെ വോട്ട് ചെയ്യാത്തവർ, ജീവിതത്തിൽ ഇന്ന് വരെ ഐഡൻറ്റി കാർഡ് എടുക്കാത്തവർ, ഇത്രയും കാലത്തിനിടയിൽ വോട്ടർ ലിസ്റ്റിൽ പേര് വരാത്തവർ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല അവസ്ഥകൾ എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള സ്ഥിതിയാണ്. പക്ഷേ ഇതൊക്കെ നമ്മൾക്ക് ഭാവിയിൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാകും. ആ ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള എളുപ്പമാർഗ്ഗം, ലളിതമായിരിക്കുന്ന വഴിയാണ് നമ്മളിപ്പോൾ മുമ്പിലിപ്പോൾ തുറന്നു വന്നിരിക്കുന്നത്. അത് എന്യൂമറേഷൻ പൂരിപ്പിക്കുക എന്നുള്ളതാണ്. എന്യൂമറേഷൻ ഫോം കിട്ടാത്തവർ പുതിയ വോട്ട് ചേർക്കുക എന്നുള്ളതാണ്. രണ്ടിനും ഉണ്ട് സൗകര്യങ്ങൾ. അതിന് സഹായിക്കാൻ വേണ്ടിയായിട്ട് നമ്മൾ തയ്യാറാണ്. അപ്പോൾ നിങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചാൽ മതി, നമ്മൾ മറുപടി തരും. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്നും, വോട്ടില്ലാത്തവർ വോട്ട് ചേർക്കുക. 2025 വോട്ടർ ലിസ്റ്റിൽ പേരില്ലാത്തവർ എന്ത് ചെയ്യുക, നാട്ടിലാണെങ്കിൽ അക്ഷയ പോയിട്ട് വോട്ട് ചേർക്കുക. അവർക്കത് അറിയില്ല എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞാൽ അത് കളവ് പറയുകയാണ്. തൊട്ടടുത്ത അക്ഷയ ആശ്രയിക്കണം. തൊട്ടടുത്ത അതല്ലെങ്കിൽ ഈ പറയപ്പെട്ട സർവീസ് ചെയ്യപ്പെടുന്ന ഓൺലൈൻ സർവീസ് ചെയ്യുന്ന സെൻറ്ററുകളെ ആശ്രയിക്കണം. ഇത് ഉണ്ട് എന്നുള്ളത് ഗ്യാരണ്ടിയാണ്. ചെയ്ത ഒരുപാട് ആൾക്കാർ വാട്സപ്പ് ഈ യൂട്യൂബിൽ തന്നെ മെസ്സേജ് അയക്കുന്നുണ്ട്. എനിക്ക് വാട്സപ്പിൽ തന്നെ അതിൻ്റെ കോപ്പി അയച്ചു തന്നവരുണ്ട്. അപ്പോൾ സംഭവം ഉണ്ട്, നടക്കുന്നുണ്ട്. അത് നടക്കുന്നില്ല എന്ന് പറയുന്നത് അറിയാത്തവരാണ്. അത് വിദേശത്തും നടക്കുന്നുണ്ട്. അത് നടക്കുന്നില്ല എന്ന് പറയുന്ന അല്ലെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് അത് അറിയാത്തത് കൊണ്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ ഓൺലൈനായിട്ട് നമുക്ക് ചേർത്താം. ഇപ്പോൾ നാട്ടിൽ നിന്നാണെങ്കിൽ അക്ഷയ മുഖാന്തരം ചേർത്താം. ഈ കാര്യം കൂടി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അറിയിക്കുകയാണ്.